അസ്സലാമു അലൈക്കും. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു റംസാൻ റെസിപ്പി അല്ല കേട്ടോ. ഇത് ഒരു ഗോതമ്പ് പായസമാണ്. ഇത് ഞാൻ നോമ്പ് തുടങ്ങുന്നതിന് മുന്നേ എടുത്തു വെച്ച വീഡിയോ ആയിരുന്നു. പിന്നെ റംസാൻ തുടങ്ങിയതിന് ശേഷം പിന്നെ റംസാൻ റെസിപ്പീസായി ഇത് അപ്ലോഡ് ചെയ്യാൻ വിട്ടുപോയി. ഇന്ന് ഞാൻ നിങ്ങൾക്കിത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് നമുക്ക് നോയമ്പിനും കഴിക്കാൻ പറ്റിയ ഒരു ഫുഡ് തന്നെയാണ്. ഹെൽത്തിയാണ്. ഗോതമ്പും കടലപ്പരിപ്പും തേങ്ങാപ്പാൽ അല്ലെങ്കിൽ പശുവിൻ പാൽ, ഇത് 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് നോയമ്പിനും ഉണ്ടാക്കി കഴിക്കാം. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഞാൻ 2 കപ്പ് ഗോതമ്പ് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട്. ഇത് പോളിഷ് ചെയ്ത ഗോതമ്പാണ്, നമ്മുടെ അൽസക്കൽ ഉപയോഗിക്കുന്ന ഗോതമ്പാണ്. പിന്നെ കടലപ്പരിപ്പ്, ഒരു 3/4 കപ്പ് കടലപ്പരിപ്പും വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട്. പിന്നെ പാൽ, ഒരു 3 കപ്പ് പാൽ, പശുവിൻ പാലാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഗോതമ്പ് കഴുകി ഇരട്ടി വെള്ളം വെച്ചിട്ട് അടുപ്പിൽ കുക്കറിൽ വേവാൻ വെച്ചിട്ടുണ്ട്. ഇത് വെള്ളത്തിൽ കുതിർത്ത ഗോതമ്പായതുകൊണ്ട് അരമണിക്കൂർ കൊണ്ട് വേവും, അല്ലെങ്കിൽ 1/4 മണിക്കൂർ വേണ്ടി വരും. ഇനി കടലപ്പരിപ്പ് വേവിക്കണം. ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് വേവാൻ. വെള്ളത്തിൽ കുതിർത്ത പരിപ്പായതുകൊണ്ട് പെട്ടെന്ന് വേവും. പിന്നെ വെന്ത് കഴിഞ്ഞു നമ്മുടെ ഗോതമ്പ്, അരമണിക്കൂർ കഴിഞ്ഞു ഗോതമ്പ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പാലും പഞ്ചസാരയും ചേർക്കണം. പാല് ചേർക്കാം. നല്ല ലൂസായിട്ട് തിളപ്പിച്ചെടുക്കണം ഈ പായസം. എന്താണെന്ന് വെച്ചാൽ കുറച്ച് സമയം കഴിയുമ്പോൾ അത് കട്ടിയായിപ്പോവും. അതുകൊണ്ട് നല്ല ലൂസായിട്ട് ആക്കിയെടുക്കണം. പാൽ മുഴുവനും ചേർത്തതിന് ശേഷം കട്ടി കൂടുതലാണെങ്കിൽ നമുക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ചേർക്കാം. നന്നായി ഇളക്കി ഒന്ന് തിളപ്പിക്കണം. ഇതിലേക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർക്കാം. ഇതിന് 2 കപ്പ് പഞ്ചസാര വേണ്ടി വരും. നല്ല മധുരം വേണം. ഇപ്പോൾ 1 കപ്പ് ചേർക്കുന്നു. പിന്നെ ഒരു നുള്ളു ഉപ്പ് ചേർക്കുന്നു. പഞ്ചസാര നമുക്ക് മധുരം നോക്കിയിട്ട് ഒന്നുകൂടെ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു കപ്പ് കൂടെ ചേർക്കാം. അത് ലാസ്റ്റ് ചേർത്താൽ മതി. പിന്നെ വേവിച്ച കടലപ്പരിപ്പ് ചേർക്കാം. നമുക്കിതിൽ അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, നെയ്യിൽ വറുത്തിടലോ അങ്ങനെയുള്ള ഒരു സംഭവമില്ല. കടലപ്പരിപ്പ് മാത്രം, ഗോതമ്പും കടലപ്പരിപ്പും. ഇളക്കിക്കൊണ്ടിരിക്കണം, അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കണം. ഇളക്കിക്കൊണ്ട് തിളപ്പിച്ചെടുക്കണം. കട്ടി കൂടുതലാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് ലൂസാക്കണം. പിന്നെ 1/2 ടീസ്പൂൺ ഏലക്കായ്പ്പൊടി ചേർക്കുക. എന്നിട്ട് ഒന്നുകൂടെ തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഞാൻ ആദ്യം 1 കപ്പ് പഞ്ചസാരയാണ് ചേർത്തത്. മധുരം മതിയാവില്ല. ഞാൻ 1 കപ്പും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടി ഇളക്കി തിളച്ച് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യുന്നു. പെട്ടെന്ന് കഴിയും ഇത്. ഈ വീഡിയോ തന്നെ ആകെ ഒരു 4 മിനിറ്റിനടുത്തേ ഉള്ളൂ. നിങ്ങളിത് മുഴുവനും കാണണം. എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു പായസമാണ്. ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്. നോൻപ് കാലത്തും കഴിക്കാം, അല്ലാത്തപ്പോഴും കഴിക്കാം. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ ഓക്കെ, അടുത്ത റെസിപ്പിയുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ്.